മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ നഗരസഭാ കവാടത്തിന് മുമ്പിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കൗൺസിലർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് മൂവാറ്റുപുഴ LDFന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രകടനവും സംഘടിപ്പിച്ചു. CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് മീറ്റിംഗ് എന്ന വ്യാജേന വിളിച്ചുവരുത്തി നഗരസഭാ സെക്രട്ടറിയെ ഭരണസമിതി അംഗങ്ങൾ ആക്ഷേപിച്ചെന്ന പരാതിക്ക് പിന്നാലെ മൂവാറ്റുപുഴ നഗരസഭയിൽ ഭരണപ്രതിപക്ഷ പോര് ശക്തമാകുന്നു. സെക്രട്ടറിക്കെതിരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LDF നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി സിമി എച്ചിന് ജീവനക്കാർ നൽകിയ യാത്രയയപ്പ് യോഗത്തിനു ശേഷം ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിൽ വെച്ച് ഭരണസമിതി അംഗങ്ങൾ തങ്ങളെ അവഹേളിച്ചതായി സെക്രട്ടറി ആരോപിച്ചിരുന്നു. യോഗത്തിനു ശേഷം സ്വന്തം ക്യാബിനിലെത്തിയ സെക്രട്ടറിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ഇവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ECGയിൽ വ്യതിയാനം കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ മുതൽ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സമരം ചെയ്യുന്ന പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് LDF നഗരസഭയിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. എസ്തോസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായി. പോലീസുകാരോട് തീരില്ല. വൈകുന്നേരം പോലീസ് പ്രതിരോധം മറികടന്ന് നഗരസഭാ കവാടത്തിൽ സമരം ചെയ്യുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക് LDF പ്രവർത്തകർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത്? ഇന്നലെ മുനിസിപ്പൽ സെക്രട്ടറി ഇവർ ഭരണാധികാരത്തിൽ വന്നു. ഇവരുടെ ഇഷ്ടയ്ക്കനുസരിച്ച് വഴങ്ങുന്നില്ല. ആ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇവർ കളമശ്ശേരിക്ക് സ്ഥലം മാറ്റമാക്കി. ഇത്തരത്തിലുള്ള പീഡനം സഹിക്കാൻ വയ്യാതെ 1.5 മാസക്കാലമായി ലോങ് ലീവ് എടുത്ത് പോയിരുന്നു മുനിസിപ്പൽ സെക്രട്ടറി. അതിനുശേഷം ആ മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ തിരിച്ച് വിളിച്ചു വരുത്തുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജീവനക്കാര് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഓൾറെഡി യാത്രയയപ്പ് കൊടുത്തു. ആ യാത്രയയപ്പ് യോഗത്തിന്റെ വിശദീകരണം പറയുന്നതിന് വേണ്ടി വീണ്ടും മുനിസിപ്പൽ സെക്രട്ടറിയെ ജീവനക്കാര് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചു വരുത്തുകയാണ്. എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? ഒരു മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നു, അവർക്ക് യാത്രയയപ്പ് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും അവരെ വിളിച്ചു വരുത്തുന്നു. ആ യോഗത്തിൽ ഇരുത്തിക്കൊണ്ട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഗുണ്ട രീതിയിൽ പെരുമാറിക്കൊണ്ട് ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ് എന്നുള്ള എല്ലാ തരത്തിലുള്ള മാന്യതയും കളഞ്ഞുകൊണ്ട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മുനിസിപ്പൽ സെക്രട്ടറി പത്രക്കാർക്ക് കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ആ യോഗത്തിൽ വെച്ച് വല്ലാത്ത രീതിയിൽ മാനസിക സംഘർഷത്തിലാക്കിയാണ്. ആ മാനസിക സംഘർഷത്തിലാക്കി ദേഹാസ്വത്യം വരുന്ന ഒരു സ്ത്രീയെ അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മര്യാദ കാണിക്കണ്ടേ? മൂവാറ്റുപുഴ മുൻ മുനിസിപ്പൽ ചെയർമാൻ UR ബാബു അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ്, മുൻ മുനിസിപ്പൽ ചെയർമാൻ MA സഹീർ, KG അനിൽകുമാർ, PB അജിത് കുമാർ, R രാഗേഷ്, CPI നേതാക്കളായ KA നവാസ്,
അലിക്കുഞ്ഞ്, ജോർജ് വെട്ടിക്കുഴി എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.